ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിനോസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റോസ്റ്റ് മോഡ് ഇല്ലാതെ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് 4 പീസ് ലെഗ് പീസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് പാത്രം വെച്ചെടുത്ത് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 4 ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ എടുത്തതിന് ശേഷം അതിൻ്റെ കോൺഫ്ലവർ ഒക്കെ എടുത്ത മിക്സിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം.
ഇത് കംപ്ലീറ്റ് വന്നിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ പോയി വന്നിട്ട് വീട്ടിലൊക്കെ ക്രംകോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കാം. ഇതേപോലത്തെ ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കനെല്ലാം അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നല്ല എല്ലാ സൈഡും നല്ല ബ്രോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.